ഹലോ ശാന്തി പോവല്ലേ ഞാൻ ഇപ്പൊ തന്നെ വരും. അയ്യോ അപ്പൂപ്പന്റെ ചിതാഭസ്മം എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് പഞ്ചറായാന്നേ. അല്ല ഒരു മൊബൈൽ പഞ്ചറാകാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഞാൻ അവിടെ എത്തിച്ചേരും. ഈ സോമന്റെ പഞ്ച്വാലിറ്റി പഞ്ചായത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ശാന്തി ഞാൻ വരാം ഇപ്പൊ തന്നെ വരാം. നിന്റെ ആരെങ്കിലും ചത്താടാ? പിന്നെ നെഞ്ചത്തടി ചെയ്യുന്ന നിലവിളിക്കണത് പിന്നെ വണ്ടി ശരിയാക്കണ്ടേ? ഇവിടെ വണ്ടി ആയി ഇവിടെ അല്ല, ഇവിടെ വന്ന് ശരിയാക്ക്. വണ്ടി അവിടെയാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വാ. പാണ്ട്രാതെ വെറ്റിലപ്പുഴു വന്ന പോലെ വണ്ട്. വണ്ടി ഇവിടെ അല്ല വന്നിരിക്കുന്നത്, ഇവിടെ വന്ന് ശരിയാക്കി. ശരിയാക്കാം. നിന്നെ എപ്പ വിളിച്ചതാണ്? നീ ഇപ്പഴാണോ വരുന്നത്? ചേട്ടാ ഞാൻ വന്ന വഴിക്ക് ഈ സൈക്കിള് പഞ്ചറായി പോയി. അയ്യോ അത് നിനക്കങ്ങോട്ട് ഒട്ടിക്കാൻ പാടില്ലേ? ഞാൻ മൊബൈൽ എടുത്തില്ല. ഇവിടെ പഞ്ചർ ഒട്ടിക്കാൻ എന്തിനാണ് മൊബൈല്? ചേട്ടാ ഞാൻ മൊബൈൽ പഞ്ചറുകാരനല്ലേ. അയ്യോ അപ്പൊ എന്റെ വണ്ടി എങ്ങനെ ഒട്ടിക്കും? ചേട്ടന്റെ അടുത്ത് മൊബൈലില്ലേ? ഉണ്ട്. മതി, എന്റെ അടുത്താ കളി. മാറ്റി നീ വന്ന് പെട്ടെന്ന് വണ്ടി ഒന്ന് ഒട്ടിച്ചു തന്നെ. അപ്പൂപ്പന്റെ ചിതാഭസ്മം എഴുതിയിരിക്കുക, ഇത് കൊണ്ട് കൊടുക്കണം എനിക്ക് പെട്ടെന്ന്. അയ്യോ അപ്പൂപ്പന്റെ ചിതാഭസ്മം. അപ്പൊ അപ്പൂപ്പനെ എങ്ങനെയാ മരിച്ചത്? ഇവിടെ പാടുണ്ടോന്ന് അറിയാൻ പാടില്ല. ആ കയ്യൊന്ന് മാറ്റിക്ക്. അവിടെ പാടൊന്നുമില്ല. അതല്ലെന്ന് ഇവിടെ പറയാൻ പാടുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്. ഒന്നില്ലേ പറയുക അല്ലെങ്കിൽ പാട്. എടാ അപ്പൂപ്പൻ മരിച്ചത് അതിർത്തിക്കണെന്നാണേ. അയ്യോ ആ തീര ജവാന് എന്റെ ബിഗ് സല്യൂട്ട്. അതിർത്തി അല്ലെന്ന്, വീടിന്റെ അതിർത്തി കിടന്നല്ല. സല്യൂട്ട് തിരിച്ചെടുക്കേണ്ടി വന്നാലല്ല. അതിർത്തി കിടന്ന് എങ്ങനെ മരിച്ചത്? അപ്പൂപ്പൻ ഈ വിഗിന്റെ പണിയായിരുന്നേ. അയ്യോ നല്ല ബിസിനസ് അല്ലേ? അയ്യോ ബിസിനസ് അല്ല, വിഗിന്റെ പണി എന്തുവാ? ആരെങ്കിലും തലേ കയറിയിരിക്കും. ആ പണിയായിരുന്നു അപ്പൂപ്പന്. രണ്ടെണ്ണം അടിച്ചിട്ട് ആരെങ്കിലും തലേക്ക് അവര് നല്ല പൂവിൽ കുത്തു കൊടുക്കും, അതിനകത്ത് അതിർത്തി കൊണ്ടുപോയിടും. അങ്ങനെ അപ്പൂപ്പൻ ചത്തത്. അതെയല്ലേ? അപ്പൊ അമ്മുമ്മയുടെ മരണം പെട്ടെന്നുള്ള മരണമായിപ്പോയി. അയ്യോ അതാ ഞാൻ ചോദിച്ചത്. അതറിയാലോ എങ്ങനെ അമ്മ മരിച്ചത്? പെട്ടെന്ന് മരിച്ച കാരണം ചോദിക്കാൻ പറ്റിയില്ല. ഇത് പെട്ടെന്ന് ശരിയാക്കി തരാമോ? ശരിയാക്കി തരാം. പറഞ്ഞ പോലെ നിന്റെ പേരെന്താ പറഞ്ഞത്? പേര് കുഞ്ചു, പഞ്ചർ കുഞ്ചു. പഞ്ചർ കുഞ്ചു. ഇത് ഞാൻ എവിടോ കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ അതല്ല ഈ പേര്. എടാ നീ പണ്ടെന്റെ വീട്ടിൽ പഴയ ലാമ്പി നന്നാക്കാൻ വന്നിട്ടില്ലേ? അത് ഞാനാണ്. ലാമ്പി ഇപ്പോഴും ഉണ്ടാ? നീയല്ലേ നന്നാക്കിയത്? അത് ലാമ്പി പോയി. അല്ല ആ ലാമ്പി വിറ്റ് പോയെന്ന്. ഇപ്പൊ ഞാനെന്ത് ചെയ്യും? ശരിയാക്കി തരാൻ. അത് ശരിയാക്കി തരാ. ഇതെന്താ കേട്ടോ? ഓ ഇതും ലാമ്പി പോയല്ല. എന്താണ്? 8-10 സ്പാനർ കിട്ടുവോ? ഇപ്പൊ പോയി കഴിഞ്ഞാൽ 10-15 പാസഞ്ചർ കിട്ടും. നീ ഇതൊന്നും എടുക്കാനാണ് ഇങ്ങോട്ട് വന്നേക്കണത്. ചേട്ടാ ഈ സ്പാനർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് 2 വിരല് മതി, ഞാൻ അഴിച്ചെടുക്കും. വിരല് കൊണ്ടാ? പിന്നെ വേദന എടുക്കത്തില്ലേ? എനിക്ക് എവിടെന്ന്? എന്തായാലും ശരി, വിരലെങ്കിൽ വിരല നീ ഒന്ന് ചെയ്ത് താ. ഇതോടെ കൊണ്ടുപോണു. 2 വിരലിതാ. എന്റെ വിരലാ? എന്റെ വിരലോ? എനിക്ക് വേദന എടുക്കൂല. പിന്നെ പ്ലാസ്റ്റോ പാലിസ് കൊണ്ടുണ്ടാക്കിയതാണ്. എനിക്ക് ഇപ്പൊ എന്നാ വേണ്ടത്? എനിക്ക് 8-10 സ്പാനർ വേണം. ഇപ്പൊ ഏതാ കയ്യിലുള്ളത്? ഇത് 10-8. തിരിച്ചു പിടിച്ചേ. 8-10 ശരിയാക്ക്. എന്റെ ദൈവങ്ങളെ, റെഡിയാക്കി തന്നെ. ശാന്തി വിളിക്കുന്നു. ഹലോ ശാന്തി, ആള് വന്നിട്ടുണ്ട്, പണി തുടങ്ങി. നിസാര സമയം മതി, നിസാരക്കാരനല്ല വന്നേക്കേണ്ടത്. ഇപ്പൊ തന്നെ ഞാൻ വരാം. ഓക്കെ. എന്താടാ ഇതിന്റെ ഒരു വീല് ചെറുതാണല്ലോ. ചെറുതാണെന്നാ? നിലത്ത് കൂട്ടുന്നില്ല. എന്റെ ദൈവമേ, ഇത് സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചേക്കാണ്. അറിയാ പെട്ടെന്ന് ചെയ്താ കേട്ടോ. എന്തത്? എന്താണ്? വണ്ടിക്ക് ഹൈറ്റ് കൂടുതലാണല്ലോ. സ്പാനർ എടുക്കാൻ പറ്റില്ല. ഇവനെ കൊണ്ട് ഒന്നിനും പറ്റരുത്. എന്തൊക്കെ കാട്ടായാണ് നീ കാണിക്കുന്നത്? ഇതുപോലെ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവനൊക്കെ. ശരിയാട്ടാ, വണ്ടിക്ക് ഹൈറ്റ് കൂടുതലാണ്. എടുക്കാൻ പറ്റണില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങനെ നിക്ക്, അവിടെ നിക്ക്. നിവരല്ലേ? പിടിച്ചേ. നോക്കട്ടെ എങ്ങനെയുണ്ട്. അപ്പൊ നിനക്ക് പണി അറിയാം. പിന്നെ അല്ലാതെ
ദൈവം ഇപ്പൊ ടിവിയിൽ വാർത്ത വന്നാനെ എന്ത്? കഷ്ണിത്തലയിൽ ഇടിച്ച് സ്പാനർ എത്തുന്നു പറഞ്ഞു. അയ്യോ നോക്കി ഞാൻ പെട്ടെന്ന് വണ്ടി ഒന്ന് ഒട്ടിച്ച് തന്നേ. ഇത് എടാ പെട്ടെന്ന് വണ്ടി ഒന്ന് ഒട്ടിച്ച് തരാൻ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ പഞ്ചറോട്ടികൾ നിസാര പണിയൊന്നുമില്ല. പിന്നെ? പിന്നെ പഞ്ചറോട്ടിക്കണെങ്കിൽ അതൊരു കൈവഴക്കം വേണം. അത് എല്ലാവർക്കും പറ്റൂല, ആ കൈവഴക്കമുള്ളവർക്ക് പറ്റുള്ളൂ. എന്നാ ആ കൈവഴക്കം വെച്ചൊന്ന് ഒട്ടിച്ച് തരാവോ? ആ കൈവഴക്കമല്ലേ എനിക്ക് ഇല്ലാത്തത്. അയ്യോ അപ്പൊ നിനക്ക് പണി അറിയാൻ പാടില്ലേ? എടാ നീ ഇന്ന് വരെ പഞ്ചർ ഒട്ടിക്കുന്ന കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടോ? നിസാര പണിയല്ലേ അത്. ഒരു ട്യൂബ് എടുക്ക, രണ്ടു ഉരപ്പുറക്ക, പശ തേക്ക, ഒറ്റയടി. ആണാ? പിന്നല്ലാതെ. നീ പറഞ്ഞ പോലെ ട്യൂബ് എടുക്കാനും ഉരയ്ക്കാനും എനിക്കറിയാൻ പാടില്ല, പക്ഷെ അടിക്കാനറിയാം. എങ്ങനെ? അയ്യോ, വല്ലാത്തൊരു അഡ്വാൻസ് ആയി പോയി. അയ്യോ ഒരു ട്രേഡ് മാർക്ക് ആയി നമുക്ക് അല്ലെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓണം മെഗാ ചാർജിലേക്കുള്ള ഫസ്റ്റ് സ്കിറ്റ് നമ്മൾ കണ്ടു. ഇവർ എൻ്റർ ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ അറിയാം. ഹലോ അമ്മമാരെ അച്ഛന്മാരെ, സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അടിപൊളിയായിരിക്കുന്നു. ഇത് ആരാ ഈ പറഞ്ഞ അടിപൊളിയായിരുന്നു എന്ന്? തങ്കമ്മയാ പറഞ്ഞത്. ഞാനേ ഇവിടെ വരുമ്പോ നമ്മൾ എല്ലാ സ്കില്ലും ചേച്ചി ഇവര് ടീം വരുമ്പം ചേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് വിഷയം ചോദിച്ചാൽ അവസാനം ഇവിടെയാണ് എത്തുന്നത്. അതായത് എത്തുന്ന എവിടെയായിരിക്കും? ബിജുക്കുട്ടൻ ബൈജുക്കുട്ടൻ ഇത് തന്നെയാണ് നമ്മൾ എല്ലാ സ്കിറ്റിലും പറയുന്നത്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ട്വിൻസ് ആണോ? അല്ല, ട്വിൻസ് അല്ല. അല്ലല്ല, ഞങ്ങള് 3 മക്കളാ. 3 മക്കള്. അതായത് മൂത്തത് ബിജു ചേട്ടൻ, രണ്ടാമത്തത് രാജു, മൂന്നാമത്തത് ബൈജു, അങ്ങനെയാണ്. ഞാൻ വിചാരിച്ചു ഈ ബിജുക്കുട്ടൻ ബൈജുക്കുട്ടൻ വന്നോണ്ട്. പക്ഷെ ഭയങ്കര സിമിലാരിറ്റി അവർ രണ്ടുപേരും. അതെ, ഭയങ്കര. അത് ഞങ്ങൾക്ക് മാത്രം ഇത്തിരി കഷ്ണിയ പോലെ ഉണ്ടായുള്ളൂ. രണ്ടാമത്തെ ചേട്ടന് ഞങ്ങളെക്കാൾ ഇത്തിരി ഹൈറ്റും നല്ല ചുരുള മുടിയാ. പക്ഷെ സംസാരമൊക്കെ അതിൽ പിടിക്കും. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാരും ഈ ഒരു റെസംബ്ലൻസും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ എത്രത്തോളം ചേട്ടൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും? അതായത് നിങ്ങൾ ഒരുമിച്ച് സ്കിറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾ അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ ഒരുമിച്ച് ചേട്ടൻ ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോ ഞാൻ ഫ്ലോറിൽ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ സോ ഗുഡ് അല്ലേ? അതല്ലാതെ ഞങ്ങൾ ഒരുമിച്ചിട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഒരുമിച്ചിട്ടൊരു പടം ചെയ്തായിരുന്നു, ഓസ്കർ സൗദാനം. അത് ചേട്ടൻ തന്നെ അവിടെ പറഞ്ഞിട്ടാ. അതായത് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ അനിയനുണ്ട്, അവനൊരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചെന്ന് എന്റെ ആദ്യത്തെ രണ്ടുപേരും തമ്മിലുള്ള ആദ്യത്തെ പടം. ചേട്ടൻ അങ്ങനെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. കാരണം ചേട്ടനെ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പൊ ഇതിനകത്തേക്ക് വരാം. ചേട്ടൻ ചെറുപ്പത്തിൽ തുടങ്ങി തന്നെ സ്കൂളിൽ തന്നെ മിമിക്രി മോണോക്ടി ഒക്കെ ചെയ്ത് ഫസ്റ്റും ഇതൊക്കെ മേടിച്ച്. പിന്നെ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ കലാപരമായിട്ടൊന്നും മുന്നോട്ടേക്ക് അധികം ഇല്ലായിരുന്നു? ഇല്ല, അന്ന് ചേട്ടന്റെ പരിപാടിയാണ്. ഞങ്ങൾ അടുത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ എല്ലാവരോടും പോകുമായിരുന്നു. എന്നിട്ട് ചേട്ടന്റെ പെർഫോമൻസ് കാണുമ്പോ അച്ഛന് അടുത്തിരിക്കണവരോട് പറയായിരുന്നു, ആ കറുത്തിട്ട് പൊക്കം കുറഞ്ഞ ചെക്കൻ നല്ല കിടുക്കനാണ്. അത് കൊള്ളാം, എന്റെ മോനാണേ. അങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ചെറുതായിട്ട് ജന്മനാവാസന ഉണ്ടായി. ഞാനും അതേപോലെ തന്നെ സ്കൂൾ കാലഘട്ടങ്ങളിൽ തുടങ്ങി. പിന്നെ കൂട്ടുകാരായിട്ട് ചെറിയ ക്ലബിന്റെ വാർഷികങ്ങൾ അങ്ങനെ മിംസ് പരേഡ് പോലെ ചെയ്ത് പിന്നെ അങ്ങനെ ചാനലിൽ വന്നു. എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കാ. കൺസ്ട്രക്ഷൻ വർക്ക് ഞാനത് ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ ഷൂട്ട് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പ് കിട്ടിയ 3 ദിവസം ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ബാക്കി 4 ദിവസം പണിക്കും. കാരണം അതുകൊണ്ട് എന്റെ ചേട്ടനും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ചേട്ടൻ ഇത്രയും പൊസിഷനിലെത്തി, നീ എന്തിനാ പണിക്കുവാണ്? കാരണം പലരും ഞാൻ ചെല്ലുമ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. മുമ്പല്ല, ഇപ്പൊ ഒരുവിധം ടിവിയിലൊക്കെ കണ്ട് കുറച്ചു പേർക്ക് അറിയാമെങ്കിൽ അവര് പറയും, ബിജുക്കുട്ടന്റെ അനിയനല്ലേ ഇവനെന്തിനാ ഈ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോണേ എന്ന് ചോദിക്കുമ്പോ അവരുടെ രണ്ടാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാ ചേട്ടൻ സഹായമില്ലെന്ന് ചോദിക്കും. ഓട്ടോമാറ്റിക്കലി അതാ ചോദിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ എന്റെ ബിജു ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ പുണ്യോ. കാരണം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പുള്ളി മരിക്കും എന്ത് ചെലവ് ചെയ്യാനും. താമസിക്കുന്ന അടുത്താണ്? താമസിക്കുന്ന അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ തറവാട്ട് വീട്ടില. അത് ഭയങ്കര വലിയ കഥ. ഞായറാഴ്ച പറഞ്ഞാൽ മതി. ഞാൻ തറവാട്ട് വീട്ടില. രണ്ടാമത്തെ ചേട്ടൻ സ്ഥലം മേടിച്ചിരുന്നത് ഇത്തിരി ഉള്ളിൽ കയറിയിട്ടാ. ആ വഴി ഇത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു പെര വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് എല്ലാം റോട്ടിലിറക്കിയിട്ട് ചെറിയ കൈവണ്ടി പോലും പോകൂല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടൻ എന്റെ വീടിന്റെ തൊട്ടിപ്പുറത്തൊരു സ്ഥലം കൊടുത്തപ്പോ അത് മേടിച്ചിട്ട് എന്നിട്ട് രണ്ടാമത്തെ ചേട്ടൻ അവിടെ കൊടുത്ത് അവിടെ പെരവണിയാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അടുത്തായി. ചേട്ടന് ഇപ്പൊ പോത്തമ്പാവ കഴിഞ്ഞോടുകൂടി ചേട്ടൻ ഒരുവിധം അറിയപ്പെട്ട്, നല്ല ഒരുവിധം അതല്ല അതിക്ക് മുമ്പ്, എന്നാലും ഒരുവിധം സെറ്റിൽഡായി.
അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ചേട്ടന് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യണത് എറണാകുളത്ത് വന്നിട്ട് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇത് എടുത്തിട്ട്, കാരണം അവർക്ക് പോകാനും വരാനും എളുപ്പത്തിന്. എല്ലാവരും അതായിരിക്കും. പക്ഷെ എന്റെ ചേട്ടൻ ഒരു 8 വർഷത്തോളം ഞങ്ങളുടെ കൂടെ തറവാട്ട് വീട്ടിൽ തന്നെ നിന്ന്. കാരണം എന്താണെന്നറിയാം, ആ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും എന്തായാലും മാറണം. ആ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു വീടും പറമ്പും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വിട്ടു പോകാതിരിക്കാൻ, അത്ര അകലെ പോകാതിരിക്കാൻ ആ ചേട്ടൻ കുറച്ച് ഒരു 500 മീറ്റർ പോലും ഇല്ല നടന്നു പോകാനുള്ളൂ. പക്ഷെ അവിടെ അത്രയും മാറിപ്പോയെന്നും പറഞ്ഞിട്ട് ഇപ്പോഴും പുള്ളിക്ക് വിഷമം. അല്ല അത് വലിയ നമ്മളല്ലേ നമ്മുടെ ഈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും ഒരുമിച്ച് താമസിക്കുകയാണ്. തറവാട്, അതും തറവാടിന്റെ അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം നല്ല ഭാഗ്യം. ഗോഡ് ബ്ലെസ് യു. ഇനി എനിക്കൊരു വീട് വെക്കണം. അപ്പൊ ഇപ്പൊ തന്നെ ചെയ്താലും ചേട്ടൻ എന്തെങ്കിലും സഹായിക്കും. പക്ഷെ ഞാനത് ചെയ്യണത് ഏറ്റവും വലിയ മോശമോ, കാരണം എന്റെ കയ്യിൽ ഇനി ഒരു 10 രൂപ വന്നിട്ട് ഞാൻ തുടങ്ങി വെക്കാം. അല്ലെങ്കിൽ ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കണത് നമ്മൾ ശരിയല്ല. അതിന്റെ പേരിൽ ഞാൻ പരിപാടിയും ചെയ്യും, പഠിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കിനി വെറും മെഗാ പരിപാടി ഉണ്ട്. ഓണം മെഗാ ചാർജിലേക്ക് ഉള്ള ആദ്യത്തെ സ്കിറ്റ് ആയിരുന്നു. അതിനുള്ള എൻട്രി നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അറിയണം. കിട്ടുമായിരിക്കും 9,000 രൂപ. അപ്പൊ 50,000 രൂപ അടിച്ചിട്ടുണ്ടാവണം. ലെറ്ററോ എനിക്കോ? ചാർജോട് പോവാണോ? പിണങ്ങി പോയാണോ? ഇതിൽ വിസ്തർന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ഇത് മലയാളോ? മലയാളം എന്നാ മലയാളം ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ എന്നാ വായിക്കണോ? വായിച്ചോ. മിസ്റ്റർ ബൈജുക്കുട്ടൻ പ്രവീൺ, നിങ്ങൾ ഇപ്പോൾ കരുതി കാണും ഈ സ്കിറ്റിന് 50,000 അടിച്ചു എന്ന്. പക്ഷേ 50,000 അടിക്കുവാൻ ഇത്രയും കോമഡി പോരാ മക്കളെ എന്ന് ചാർജ്. അയ്യോ കൊഴപ്പില്ല, 50 വരെ എത്തിയില്ല എന്നുള്ള സീനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? എത്ര കിട്ടിയിട്ട് നോക്കാം. എത്ര കിട്ടി നോക്കാം. ശരി, എത്ര കിട്ടി നോക്കാം. ഓക്കെ, യെസ്. പണമുഴുകണ കടി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി ദ്രുതതുണ്ടന താളത്തിൽ ഞാൻ 30,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത്. ഒരു 20,000 കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരെ ഓണം പൊളിക്കായിരുന്നു അല്ലേ? കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് കോമഡിക്ക് ഉഷാറാക്കി നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, പൈസ വേണ്ടേ? ബാങ്ക് ഓഫ് ബോംബെ. യെസ്. ആൻഡ് ദാ